السلام عليكم ورحمة الله. الحمد لله رب العالمين. اللهم صل على محمد. اتقوا الله عباد الله. സമാദരണീയനായ അധ്യക്ഷൻ, അഭിവന്ദ്യനായ ഉദ്ഘാടകൻ, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സഹോദരങ്ങളെ, സമയമില്ലെന്ന് പറയാൻ പോലും സമയമില്ല. വിഷയം തുടങ്ങുകയാണ്. സമരോത്സുക യൗവനം, വിവേകത്തിൻ്റെ വഴിയും വിചാരവും വിദ്യാർത്ഥി യുവജന സമ്മേളനത്തിൽ ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ സമകാല യുവജനങ്ങളുടെ ഏറ്റവും തീക്ഷ്ണമായ അസ്തിത്വ പ്രതിസന്ധിയുടെ മേഖലയാണ് സ്പർശിക്കേണ്ടത്. മനുഷ്യജീവിതത്തിലെ അതിനിർണായകമായ ക്ഷുഭിതവും ക്ഷിപ്രവും സമരോത്സുകവുമായ കാലമാണ് യുവത്വം. പ്രതികരണവും പ്രതിരോധവും ശക്തിയാർജിക്കുന്ന ഒരു സമയം. ദുർഘട പാതകൾ താണ്ടി കിതച്ചു വരുന്ന സമരോത്സുകമായ ഈ യൗവനം ഒരു മലവെള്ളപ്പാച്ചിലിനോട് ഉപമിക്കാം. പ്രതിബന്ധങ്ങളെ തട്ടിമാറ്റി മാമലകളിൽ നിന്ന് മെല്ലെ മെല്ലെ ഒഴുകി ശക്തിയാർജിച്ചു വരുന്ന മലവെള്ളപ്പാച്ചിലിനെ ചിറകെട്ടി ആവശ്യമാകുന്ന വിവിധ മേഖലകളിലേക്ക് ഉപയോഗപ്പെടുത്തുമ്പോഴാണ് ആ ശക്തിയുടെ ക്രയശേഷി ശരിയാവണ്ണം നാം ഉപയോഗിക്കുന്നത്. ഖുർആനും ഹദീസും യുവജനതയുടെ കർമ്മമണ്ഡലത്തെ പ്രോജ്വലിപ്പിച്ചു നിർത്തിയിട്ടുള്ള സക്രിയമായ ചരിത്രത്തെ അനാവരണം ചെയ്തിട്ടുണ്ട്. ദഖ്യാനൂസ് രാജാവിന്റെ ഏകദൈവ വിശ്വാസ വിരുദ്ധമായ പ്രഖ്യാപനങ്ങൾക്കെതിരെ തൗഹീദിന്റെ മന്ത്രധ്വനികളുമായി നെഞ്ചുറപ്പോടെ എഴുന്നേറ്റ് നിന്ന അസ്ഹാബുൽ കഹ്ഫിന്റെ ധീരോദാത്തമായ യുവതയുടെ ചരിത്രം പരാമർശിക്കുന്ന ഖുർആൻ ഏകദൈവ വിശ്വാസത്തിന്റെ കണ്ടകോടാലിയായി അറിയപ്പെട്ടിരുന്ന നമ്രൂദിന്റെയും പരിവാരങ്ങളുടെയും വിശ്വാസ വിരുദ്ധ വ്യതിയാന പ്രഖ്യാപനങ്ങളെ തൗഹീദിന്റെ അടിസ്ഥാന ആദർശം ഉപയോഗിച്ചുകൊണ്ട് ചരിത്രത്തിലേക്ക് നടന്നുകയറിയ ആദർശപിതാവായി അറിയപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയെ വിശുദ്ധ ഖുർആൻ യുവാവായി പരിചയപ്പെടുത്തിയതും എല്ലാവിധ പ്രതിസന്ധികളുടെയും പ്രത്യാഘാതങ്ങളുടെയും മലവെള്ളപ്പാച്ചിലുകൾക്ക് മുമ്പിൽ നവോത്ഥാനത്തിന്റെ ശരിയായ സന്ദേശം സ്വീകരിച്ച് ശരിയായ പാതയിലേക്ക് കടന്നുവരുന്ന യുവസമൂഹത്തിന് ആർജവം പകരേണ്ടതാണ്. ധർമ്മപാതയിൽ സമചിത്തതയോടെ മുന്നേറുന്ന യുവസമൂഹത്തെ അള്ളാഹുവിന്റെ ആർശിന്റെ തണൽ നൽകി അനുഗ്രഹിക്കുമെന്ന പ്രവാചകന്റെ പ്രഖ്യാപനവും സമരോത്സുകമായ യൗവനത്തെ വിവേകത്തിന്റെ പാതയിലേക്ക് തിരിച്ചുവിടാനുള്ള അശ്രാന്ത പരിശ്രമത്തിന് നൽകുന്ന പരിഹാര നിർദ്ദേശങ്ങളാണ്. ഇന്ന് യുവത്വം വിവേകത്തെ മറക്കുകയാണ്, വിചാരത്തെ വിസ്മരിക്കുകയാണ്, വികാരത്തിനടിമപ്പെടുകയാണ്, അസ്തിത്വം തകർക്കുകയാണ്, മതം മരിക്കാനുള്ള കുറുക്കുവഴിയായി ഉപയോഗപ്പെടുത്തുകയും ആത്മഹത്യയുടെയും ചാവേർ ബോംബുകളുടെയും കിതപ്പും കുതിപ്പും അനുഭവിച്ചറിയാൻ മത്സരിക്കുകയും ചെയ്യുകയാണ് ഇന്ന് യുവത്വം. മതത്തിന്റെ തീവ്ര ചിന്തകൾ വ്യാപകമായ ചർച്ചയ്ക്ക് വരുമ്പോൾ അവക്ക് ശക്തി പകരാൻ യുവത്വത്തിന്റെ ക്രയശേഷിയെ ഉപയോഗപ്പെടുത്തുന്ന സംഘങ്ങൾ മെല്ലെ മെല്ലെയല്ല നമ്മുടെ അടുക്കളയിലേക്ക് ശക്തിയാർജിക്കാൻ വേണ്ടി രംഗത്ത് വരികയാണ്. ആത്മശുദ്ധിയിലെയും അനുഷ്ഠാന പ്രവർത്തനങ്ങളിലെയും ജിഹാദിന്റെ മാർഗത്തിലേക്ക് യുവത്വം നടന്നെടുക്കുമ്പോൾ യുവജന വിഭാഗത്തിന്റെ കർമ്മശേഷിയുടെ വിചാരത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഈ സെഷൻ തീർച്ചയായും അവയെ സ്മരിക്കേണ്ടത് അനിവാര്യമാണ്. രണ്ട് വഴികളിൽ ജിഹാദ് സംശയാസ്പദമായിരിക്കുന്നു. മുസ്ലിം സമൂഹത്തിലെ മതചിന്തക്ക് വിരുദ്ധമായി സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ ജിഹാദിനെ വികലപ്പെടുത്തിയപ്പോൾ ലോകമനസാക്ഷിക്ക് മുമ്പിൽ ഇസ്ലാമോഫോബിയയുടെയോ ഇസ്ലാം വിരുദ്ധ മുന്നേറ്റങ്ങളുടെയോ പേരിൽ ജിഹാദിനെ വിമർശന വിധേയമാക്കുകയാണ്. ജിഹാദി എന്ന പദം
പാരസ്പര്യ രൂപം നൽകുന്ന അറബി ഭാഷയിലെ ഒരു പദരൂപമാണ്. എതിർ യജ്ഞങ്ങൾക്കെതിരെയുള്ള തീവ്രമായ യജ്ഞമാണ് ജിഹാദ് മുന്നിൽ നൽകുന്ന ആശയം. എതിർ യജ്ഞം ആദ്യമായി ആരംഭിക്കേണ്ടത് ശത്രുവിനെതിരെയാണ്. ഖുർആൻ ആവശ്യപ്പെടുന്ന മുഖ്യമായ ശത്രു ഏതെങ്കിലും ജനസമൂഹങ്ങളോ വ്യക്തികളോ സംഘടനകളോ പ്രസ്ഥാനങ്ങളോ ആദർശങ്ങളോ അല്ല. മനുഷ്യന്റെ തിളച്ചുമറിയുന്ന മനസ്സിനെ ശരിയായ ധർമ്മപാതയിലേക്ക് ക്രമീകരിക്കുന്നതിന് തടസ്സമായി വർത്തിക്കുന്ന ഈ ലോകത്തിലെ ആദ്യമ മനുഷ്യൻ മുതൽ അവസാന മനുഷ്യൻ വരെ ശത്രുവായി സ്വീകരിക്കാൻ പറഞ്ഞിട്ടുള്ള പിശാചിനെതിരെയുള്ള പോരാട്ട പ്രക്രിയയാണ് ഒന്നാമത്തെ ജിഹാദായി വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ജിഹാദിന്റെ മാർഗത്തിൽ മനസ്സിനൊരുക്കി തയ്യാറാക്കിയിട്ടുള്ള വ്യക്തി താൻ സ്വീകരിക്കുന്ന സത്യമായ സന്ദേശത്തെ ജനസാമാന്യം സമർപ്പിക്കുകയും മാതൃകാപരമായ ജീവിതം നയിക്കുകയും ചെയ്യുന്ന പ്രബോധനധന്യമായ ജീവിത സാക്ഷ്യത്തെയാണ് രണ്ടാമത്തെ ജിഹാദിലേക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. മൂന്നാമതായി സ്വശരീരത്തെയും സമ്പത്തിനെയും അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ഉപയോഗപ്പെടുത്തുന്ന ജിഹാദിനെ വിശുദ്ധ ഖുർആൻ ഏറ്റവും പ്രധാനമായ ജിഹാദായി സൂചിപ്പിച്ചു. ഒരു ജീവിതത്തിന്റെ പ്രക്രിയകളിൽ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും സംഭവിക്കാവുന്നതാണ് പ്രതിരോധവും പ്രതിക്രിയയും. പ്രതിരോധവും പ്രതിക്രിയയും അനുവദിക്കാത്ത ആദർശത്തിന് നിലനിൽക്കാൻ സാധ്യമാവുകയില്ല. ആശയം വളരുകയും എതിർപ്പിനെ അതിജീവിക്കുകയും ചെയ്യുമ്പോൾ മുഖ്യമായ മാർഗം പ്രതിരോധമായിരുന്നില്ല എന്നത് ചരിത്രത്തിലൂടെ വായിക്കാൻ കഴിയാവുന്നതാണ്. ലോകത്ത് ഒരു പ്രത്യയശാസ്ത്രവും ഒരാശയവും ഒരാദർശവും പ്രതിരോധത്തിന്റെയോ പ്രതിക്രിയകളുടെയോ മേലിൽ നിലനിന്ന ചരിത്രം നമുക്ക് വായിക്കാൻ കഴിയുന്നതല്ല. സമയത്തിന്റെ പരിമിതി കൊണ്ട് ചരിത്രത്തിന്റെ ഉദാഹരണങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. സൂചിപ്പിക്കേണ്ടത് വിശുദ്ധ ഖുർആൻ ഏറ്റവും മൗലികമായി പരാമർശിക്കുന്ന മതത്തിന്റെ മൗലിക ചിന്ത എന്ത് എന്നതാണ്. മതത്തിന്റെ അടിസ്ഥാന ആശയമായി പരിചയപ്പെടുത്തിയിട്ടുള്ള ദൈവം, വേദം, വിശുദ്ധ വേദം, പ്രവാചകൻ എന്ന ഈ മൂന്ന് മൗലിക ദർശനത്തെ സമാധാന നിമിത്തമായി അവതരിപ്പിക്കുകയാണ് വിശുദ്ധ ഖുർആൻ ചെയ്തിട്ടുള്ളത്. കരുണാവാരിധികളിൽ ഏറ്റവും കരുണാമയനായിട്ടുള്ള പരമകാരുണ്യകനായിട്ടുള്ള സർവശക്തനായ പടച്ച തമ്പുരാൻ, ലോകത്തിനാകമാനം കാരുണ്യമായിട്ടുള്ള പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, കാരുണ്യത്തിന്റെ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ അള്ളാഹു പരിചയപ്പെടുത്തിയത് സമാധാനവും ശാന്തിയുമാണ്. ഇതര മതവിഭാഗങ്ങൾക്ക്, ഇതര സമൂഹങ്ങൾക്ക്, ഇതര ആശയങ്ങൾക്ക് നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള ബഹുസ്വരതയെ ഇസ്ലാം അംഗീകരിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യത്തെ നമുക്ക് അംഗീകരിക്കാൻ കഴിയേണ്ടതുണ്ട്. ആ ബഹുസ്വരതയെ വിശുദ്ധ ഖുർആൻ സൂറ അൻആമിലെ 35-ാമത്തെ വചനത്തിലും സൂറ കാഫിറൂനിലെ 6-ാമത്തെ വചനത്തിലൂടെയും അംഗീകാരം നൽകുകയാണ്. താൻ മനസ്സിലാക്കിയ ആശയത്തിനനുസരിച്ചുകൊണ്ട് നിലനിൽക്കാനുള്ള കൃത്യമായ സ്വാതന്ത്ര്യബോധവും ചിന്തയും വിശുദ്ധ ഖുർആൻ അംഗീകരിക്കുമ്പോൾ തന്നെയും ആദർശ പ്രതിബദ്ധത നിബദ്ധമായിട്ടുള്ള പ്രബോധന ജിഹാദിന് പ്രാമുഖ്യത നൽകി മുന്നോട്ട് പോകണമെന്ന ആഹ്വാനവും നൽകിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ ആശയത്തെ വിശകലനം ചെയ്യവേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാവുന്ന പ്രധാനപ്പെട്ട മൗലികമായ ചില നിർദ്ദേശങ്ങൾ സായുധ ജിഹാദുമായി ബന്ധപ്പെടുത്തി സൂചിപ്പിക്കുകയാണ്. ജിഹാദ് നിഷിദ്ധമാകുന്ന ഒരു ഘട്ടം വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നത് പ്രബോധനം നിലനിൽക്കുന്ന പ്രദേശത്തിൽ, തുല്യ പൗരാവകാശമുള്ള ബഹുമത സമൂഹത്തിൽ സമാധാന നിർദ്ദേശങ്ങളെ കരാറായി അംഗീകരിക്കുകയും പ്രബോധന പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സൗകര്യവും നൽകുന്ന ഒരു പ്രദേശത്ത് സായുധപരമായ പോരാട്ടമോ ആദർശ